നാച്ചന് അദ്ദേഹത്തിൽ കൂടിയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ എല്ലാറ്റിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം ചൊല്ലുന്നു. ഈ സ്ഥലം സഭ, ഇവിടുത്തെ ശുശ്രൂഷകൻ, അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടും ആത്മീക ബന്ധമുണ്ട്. ഏറെ വർഷത്തെ അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പാണ് കടന്നുപോയത്. അനിയച്ചാൻ, അവിടെ എല്ലാവരും LIC അനിയച്ചാൻ എന്നാണ് വിളിക്കുന്നത്. മാന്യകർത്തദാസൻ ജോസഫ് പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് നിങ്ങൾക്ക് വന്നവർക്ക് മുമ്പോട്ടിരിക്കുക. അവിടെ സീറ്റ് ഉണ്ട്, പ്ലീസ് ഇവിടോട്ടിരിക്കാം. ദൈവത്തിൻ്റെ മഹത്വം. അവർ മാറിയിട്ടിരിക്കാമെന്ന് മിക്കവാറും മാറാൻ സാധ്യതയില്ല. അപ്പം നിങ്ങളിങ്ങോട്ട് പോരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വായിച്ച തിരുവെടുത്ത് ഒന്നുകൂടെ വായിച്ചു. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്ര നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ജീവകൃപയിൽ നിജ വിയർപ്പു വെള്ളം എൻ്റെ മേലൊഴിച്ചു, പാപത്തിൽ നിന്നുണർത്തി. ജീവകൃപയിൽ നിജ വിയർപ്പു വെള്ളം എൻ്റെ മേലൊഴിച്ചു, പാപത്തിൽ നിന്നുണർത്തി. നാവിലൊരു പുതിയ പ്രാർത്ഥനയെ പകർന്നവൻ എൻ ജീവനായകനെ മന്നുവേലേ ജീവനായകനെ മന്നുവേലേ ജീവ ഞാനവനും അവൻ എനിക്കവനും പിന്നെ ഞാനവനൊഴികെ മറ്റാരെയുമേ. ഞാനവനും അവൻ എനിക്കവനും പിന്നെ ഞാനവനൊഴികെ മറ്റാരെയുമേ. ന്യൂനമറിയുന്നതിൽ എനിക്കവനെല്ലാമായ വൻ എൻ ജീവന മനുവേലേ ജീവനായകനെ മനുവേലേ ജീവ മനുവേലേ ജീവനായകനെ. ഒരിക്കൽ കൂടി കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ നല്ല രാത്രിക്കായിട്ട് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒന്നിച്ച് ഇത്രയും പേർക്ക് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കൊള്ളാച്ചനിഞ്ഞോട്ട് പോരുന്നതായിരിക്കും നല്ലത്. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എഫേസ്യ ലേഖനം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള തിരുവെടുത്താണ് വായിച്ചത്. ഇന്നലെയും ആ ഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചു. ശേഷമുള്ള ഭാഗവും ദൈവകൃപയിൽ ശരണപ്പെട്ട് ഇന്ന് രാത്രി നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം.
അതിന്റെ 15-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ നടക്കുവാൻ നോക്കുവിൻ. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ഇന്നലെ ചില കാര്യങ്ങൾ ഓർപ്പിച്ചത് കൊണ്ട് ആ ഭാഗത്തേക്ക് പിന്നെ പോകുന്നില്ല. നമ്മൾ നിർത്തിയത് ആത്മനിറവെന്നുള്ള വിഷയമാണ്. അത് പറഞ്ഞാൽ ഇന്നലെ നിർത്തിയത്. അപ്പോൾ ഈ കണ്ണികയ്ക്കകത്ത് വിശേഷിച്ച് പെന്തിക്കോസ് ഉപദേശത്തിന്റെ പ്രധാനപ്പെട്ട ഉപദേശമാണ് ആത്മനിറവ്. തർക്കമുള്ള വിഷയമാ, വാദമുള്ള വിഷയമാ. അതുകൊണ്ട് തർക്കിക്കാൻ ഞാനില്ല, സഭയ്ക്കും അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആത്മനിറവ്. അപ്പൊ എന്തുവാ ഈ ആത്മനിറവ്? ഇന്നലെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് അതല്ല വിഷയം എങ്കിലും സൂചിപ്പിച്ച് മുമ്പോട്ട് പോകാം. ഒരു വ്യക്തിയിൽ ആത്മനിറവ് ഉണ്ടെന്ന് എങ്ങനെ ബോധ്യപ്പെടും? അതിന് ഏറ്റവും വലിയ തെളിവ് ഡിക്ഷണറി ഒന്നും തപ്പണ്ട. ആ വ്യക്തിയിൽ ആത്മാവിന്റെ ഫലം കാണും. നമ്മൾ ഇത് നോക്കുന്നില്ല, മുഴുവൻ ഡിക്ഷണറി തപ്പി നടക്കുക. പുള്ളിക്ക് ആത്മാവിന്റെ ഫലം ഗ്രീക്കിൽ എന്തുവാ ഇതിനെപ്പറ്റി പറയുന്നത്? ഇതിനകത്ത് ഹീബ്രു എന്തുവാ ആത്മനിറവിനെ പറ്റി? തമിഴിൽ എങ്ങനാ, ഹിന്ദിയിൽ എങ്ങനാ, മലയാളത്തിൽ എങ്ങനാ? ഇന്ന ആൾക്കാർ പറഞ്ഞു ഇതിനെപ്പറ്റി എന്തുവാണ് അവരുടെ അഭിപ്രായം? അതൊക്കെ നല്ലതാ. പുസ്തകം തപ്പി ഊപ്പാട് വരണ്ട. ആളിനെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയിൽ ആത്മനിറമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ആ വ്യക്തിയിൽ ആത്മാവിന്റെ ഫലം കാണണം, കണ്ടിരിക്കും. പ്രാപിച്ചത് ദൈവാത്മാവാണെങ്കിൽ നിശ്ചയമായിട്ടും ആത്മാവിന്റെ ഫലം കാണും. ഈ ആത്മാവിന്റെ ഫലം ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ. നിങ്ങൾക്കറിയാം, എല്ലാവരുടെയും വരവ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കെല്ലാം മരമുണ്ട്, ഫലമില്ല. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചത് ഒന്നുകൂടെ പറയാൻ ചിലർക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്കറിയാം. അല്ലേലും ശുശ്രൂഷകളിൽ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായിരിക്കത്തില്ല. പുസ്തകത്തിൽ വാക്യമുണ്ട്, ചിലർ അങ്ങനെയും, അതെല്ലാ ശുശ്രൂഷയിലും എല്ലായിടത്തും ഉണ്ട്. ചിലരങ്ങനെയും ചിലരിങ്ങനെ. നാട്ടിലൊരു പഴഞ്ചലുണ്ട്, ഒരുത്തൻ 5 പക്ഷം, ഒരുത്തൻ 5 പക്ഷം. അപ്പൊ എന്തായാലും ഒരു 90% ആൾക്കാരിലും ദൈവാത്മാവല്ല. 90 ഞാൻ ഉദ്ദേശിച്ച ഇവിടെ വന്നത് 90 പൊതുവില്. കാരണം ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നെങ്കിൽ ആ വ്യക്തിയിൽ ആത്മാവിന്റെ ഫലം കാണും. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. അവിടെ 9 കൂട്ടം കാര്യം. അതിൽ ആദ്യത്തെ ഫലമാണ്, നിങ്ങൾ എന്തേലും ഒന്ന് പറ. സ്തോത്രം. സ്നേഹം. ഒരു സഭയിലാ കൂടുന്ന, മിണ്ടിട്ട് എത്ര കൊല്ലമായി? നമ്മുടെ സബ്ജക്റ്റ് തന്നെ അഗാപ്പെ. എന്നാളൊരുത്ത പറഞ്ഞ ആകപ്പേയാന്ന് പറഞ്ഞു. മുഴുവൻ ആകപ്പേയായി. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുകയാ. സ്നേഹത്തെ പറ്റി പ്രസംഗിക്കും, സ്നേഹത്തെപ്പറ്റി പ്രബന്ധം അവതരിപ്പിക്കും, സ്നേഹത്തിന്റെ മൂലഭാഷ തപ്പിയെടുക്കും, സ്നേഹത്തെ പറ്റി നന്നായിട്ട് എഴുതും. പക്ഷെ ഒരു കൂട്ടായ്മയിലാ കൂടുന്നത്. ആ പദം പറയുന്നത് എനിക്കിഷ്ടമല്ല. ഒരു സംഘടനയില്ല. എത്ര നാളായി മിണ്ടിയിട്ട്? എത്ര നാളായി കൈ കൊടുത്തിട്ട്? കണ്ട ഉടനെ വെട്ടിത്തിരിഞ്ഞ് നടക്കുകയല്ലേ. വാതൊക്കെ ചെന്നിച്ച് നോക്കും പോയോ എന്ന്. അന്നേരം പുള്ളിയും സൂക്ഷിച്ച് ഇങ്ങോട്ട് നോക്കി. നമ്മളെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട സാറിഞ്ഞ് വരിക എന്ന് ജെയിംസ് വർഗീസ് മാസ്റ്റർ അല്ലയോ, എൻ്റെ അധ്യാപകനാണ്.
സാറ് ഇങ്ങോട്ട് പോരും. സാറ് എന്നെ ദൈവവചനം പഠിപ്പിച്ച ബഹുമാന്യ കർത്തൃദാസന്. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നെങ്കിൽ ആ വ്യക്തിയിൽ ആത്മാവിന്റെ ഫലം കാണും. സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ. സ്നേഹത്തെ പറ്റി ഞാൻ എന്നെയും പ്രതിയാക്കിയ പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പം ഏത് മേഖല എടുത്താലും എല്ലാം പ്രസംഗമാണ്. വെറുതെ ഇരിക്കുന്നവരും പ്രസംഗിക്കുക. ഇപ്പോഴാണ് പണ്ടൊക്കെ പുൾപ്പിറ്റ് വേണം, വേണ്ട വരയ്ക്കാതിരുന്ന് പ്രസംഗിക്കാം. എല്ലാം ഇണക്കി വെച്ചിരിക്കുക. അതെല്ലാം നന്നായി. സ്നേഹത്തെ പറ്റി ഈ മുറിക്കകത്തിരുന്ന് പ്രസംഗിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിരിക്കുന്നതിനോട് മിണ്ടത്തുമില്ല. അല്ല, അവനും സ്നേഹത്തെ പറ്റി അവിടെ ഇരുന്ന് പ്രസംഗിക്കുക. അവന്റെ ലൈവിലും കുറെ പേരുണ്ട്, നമ്മുടെ ലൈവിലും. ചിലരുടെ മുഖത്തൊരു മ്ലാനതക്കേട്. അതുകൊണ്ട് ഞാൻ വെറുതെ ആ ഭാഗം പറയുന്നില്ല. ഞാൻ നിങ്ങളും എല്ലാം തന്നെത്താനൊന്ന് ശോധന ചെയ്യണം. ഇന്നലെ ഓർപ്പിച്ചല്ലോ, യേശുക്രിസ്തുവിന്റെ സ്നേഹം, ദൈവസ്നേഹം. എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടും, എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കും. ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ അകത്ത് വന്നാൽ കൊടുക്കാൻ തോന്നും, നമുക്ക് എടുക്കാൻ തോന്നുക. പിതാവായ ദൈവത്തിന് മനുഷ്യവർഗത്തോട് സ്നേഹം തോന്നിയപ്പോൾ ദൈവത്തിന് കൊടുക്കാൻ തോന്നി. എന്തെങ്കിലും ഒന്ന് കൊടുത്ത് തൃപ്തിപ്പെടുത്താനല്ല, ഏറ്റവും ശ്രേഷ്ഠമായതിനെ കൊടുത്തു, തന്റെ ഓമനകുമാരന്. അനുപമ സ്നേഹത്തിൻ ആഴവും ഉയരവും, അനുപമ സ്നേഹത്തിൻ ആഴവും ഉയരവും, അകലവും നീളവും അറിയുവാൻ കൊതിക്കുന്നേ. അകലവും നീളവും അറിയുവാൻ കൊതിക്കുന്നേ. ശ്രീയേശുനാഥാ നിൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി. തേടി തരയിൽ വന്ന ശ്രീയേശുനാഥാ നിൻ ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ. ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ. അവിടെയും പാടും നിന്നതിശയ സ്നേഹത്തെ. അവിടെയും പാടും നിന്നതിശയ സ്നേഹത്തെ. ശ്രീയേശുനാഥാ നിൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി താരയിൽ വന്ന. തേടി താരയിൽ ശ്രീയേശുനാഥാ നിൻ സ്നേഹം. അപ്പൊ ഇന്ന് രാത്രി ദൈവസ്നേഹം നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. കൊടുക്കാൻ ഒരു സ്നേഹം, ദൈവസ്നേഹം അകത്ത് കയറിയാൽ കൊടുക്കാൻ തോന്നും. കർത്താവ് നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് തന്റെ ഓമന പുത്രനെ നമുക്ക് വേണ്ടി തന്നു. ഇന്നലെ ഓർപ്പിച്ചല്ലോ, യോഹന്നാൻ 3:14 എല്ലാവർക്കും മനപ്പാഠമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകമെന്ന് ഉദ്ദേശിച്ചത് മനുഷ്യവർഗത്തെ. കാണുന്ന പ്രകൃതിയും ചരാചരങ്ങളല്ല, മനുഷ്യവർഗത്തെ ദൈവം സ്നേഹിച്ചു. അവിടുന്ന് സ്നേഹിച്ചപ്പോൾ താൻ സ്നേഹിച്ച മനുഷ്യവർഗത്തിന് കൊടുക്കാൻ തോന്നി. എന്തെങ്കിലും ഒന്ന് കൊടുക്കാനല്ല, ഏറ്റവും ശ്രേഷ്ഠമായ തന്റെ പുത്രനെ തന്നെ. അതുകൊണ്ട് നാം കർത്താവിനെ സ്നേഹിക്കുക. ഏറെ വർഷങ്ങളായിട്ട് കർത്താവിനെ സ്നേഹിക്കുക. എന്തുവാ കർത്താവിന് കൊടുക്കുന്നേ? ഇന്നലെ ഓർപ്പിച്ചല്ലോ, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട, അവിടെ കൊണ്ട് കൊടുത്തിട്ട് കാര്യവുമില്ല. യേശുവിനെ ഞാൻ ആഴമായിട്ട് സ്നേഹിക്കുക. നാട്ടിലൊക്കെ ഞാൻ പറയും 2 പൂവൻ കോഴി. യേശുവിന് കോഴിയൊന്നും വേണ്ട. ഒരു പറ നെല്ല്, മുഴുത്തൊരു ഏത്തക്കൊല, ഒരു കൂട് മെഴുകുതിരി. ഇതൊന്നും അമ്മ ഏതാണ്ട് പറയുന്നുണ്ട്. സ്തോത്രം.
എനിക്ക് അനുകൂലമാണെന്ന് എനിക്കറിയാം. അല്ല, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ദോഷം പറയുകയല്ലെന്നറിയാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് നമ്മളെ അങ്ങ് കൊടുത്താൽ മതി. ഈ കൺവെൻഷനിൽ ഒരിക്കൽ കൂടെ സമർപ്പണത്തോടെ കടന്നു പോകാൻ ദൈവം കൃപ നൽകട്ടെ. നിങ്ങൾ ഇതുവരെ കൊടുത്തില്ലെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് സമ്പൂർണമായിട്ടൊന്ന് സമർപ്പിക്കണം. ഇനി എത്ര കാലം എത്ര നാള് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് എനിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനൊക്കത്തില്ല. എന്നാൽ ഞാൻ പറയാറുണ്ട്, ദൈവവുമായിട്ട് അതുപോലെ നല്ല ബന്ധത്തിലിരിക്കുന്നവർക്ക് ഏറെക്കുറെ ഒരു ധാരണയൊക്കെ വരും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൃത്യം ഡേറ്റും ടൈം ഒന്നും പറയാൻ ഒക്കത്തില്ലെങ്കിലും എൻ്റെ ഭാഷയാ, മരണത്തിൻ്റെ മണമടിക്കും. എൻ്റെ കൂടെയുള്ളൊരു കർത്തൃദാസനുണ്ട്, ഷിബു ഓതറ പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ അമ്മാവിയപ്പനും അമ്മാവിയമ്മയും കണ്ണൂരിലായിരുന്നു. ഇവർ സുവിശേഷ വേലയാണ്. അപ്പം ഞാനവിടെ ശുശ്രൂഷയ്ക്ക് പോയി. അടുത്ത കാലത്ത് അപ്പച്ചന് 92 വയസ്സോ, അത് 89 ആണോ 92 ആണോ. അപ്പം പകലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ അതിലെല്ലാം ഓടി നടക്കുക. അപ്പം ഇടയ്ക്ക് മൊബൈൽ കൊണ്ടുവന്നെ കാണിച്ച് ഞാൻ എന്നും കേൾക്കുന്നുണ്ടെന്ന്. ഭക്ഷണം വിളമ്പാൻ നേരത്ത് അപ്പച്ചൻ വന്നിരുന്ന് വിളമ്പി തന്ന അടുത്തുനിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു പോന്നു. 5 ദിവസം എടുത്തില്ലേ അപ്പച്ചൻ കടന്നുപോയി. എനിക്കങ്ങ് വലിയ പ്രയാസമായിപ്പോയി. അയ്യോ, പെട്ടെന്ന് ഇങ്ങനെ പോയല്ലോ. അപ്പച്ചനും അമ്മച്ചി അടുത്തടുത്ത ദിവസങ്ങളിലാണ് കടന്നു പോയത്. അപ്പം ഒരു സാക്ഷി പറഞ്ഞത്, മകന് 2 ആമ്പിള്ളേർ, 2 പേര് സുവിശേഷ വേലക്കാരാണ്. ഒരാൾ മദ്രാസിൽ, ഒരാൾ കണ്ണൂർ. മദ്രാസിലെ മകനും വന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഈ അപ്പച്ചൻ തലേ ദിവസം ഇവരോട് പറഞ്ഞു, പിന്നെ ഇച്ചിരി കാശും കരുതി വെക്കണം, ഒരു പെട്ടിയും കരുതി വെക്കണമെന്ന്. മരണത്തിൻ്റെ മണമടിക്കുന്നെന്ന് പറയാനാ. അപ്പം മൂത്ത മകൻ പറഞ്ഞു, ഓ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, അല്ല ഒരു പെട്ടിയും കരുതിക്കോണം, ഇച്ചിരി കാശും കൈ വെച്ചേക്കണം. അവർ അത് രസകരമായിട്ടെടുത്തു. പിറ്റേന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് അപ്പനും മക്കൾ വരുന്നപ്പം അപ്പച്ചൻ്റെ ശൈലിയാണ്. അപ്പച്ചൻ പറഞ്ഞു, എടാ ഉച്ചഭക്ഷണം മേളിലാണ്. എനിക്ക് ഉച്ചഭക്ഷണം മേള്, പുള്ളിയുടെ ശൈലി പറഞ്ഞതാ. ഇനിയും തിയോളജിയന്മാരെ അതിൽ കയറി പിടിക്കരുത്. പുള്ളി ഉച്ചയ്ക്ക് കഴിക്കാൻ അവിടെ ഉച്ചയ്ക്ക് എന്നതാ, നീ ഉമ്മ എൻ്റെ പടലിക്ക് പിടിക്കരുത്. പ്രായമുള്ള അപ്പച്ചനല്ലേ, പുള്ളിയുടെ ആത്മീയ നിലവാരത്തിൽ അങ്ങ് പറഞ്ഞതാ. എടാ ഉച്ചയ്ക്ക് എനിക്ക് വേണ്ട, ഉച്ചഭക്ഷണം മേളിലാണ്. 12:45 ആയപ്പം ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. നല്ല മരണം. അങ്ങനെയൊക്കെ കടന്നുപോയി. ഞാൻ എൻ്റെ അറിവിൽപ്പെട്ടൊരു കാര്യം പറഞ്ഞതുള്ളൂ. നിങ്ങളുടെ അറിവിൽ ഇഷ്ടം പോലെ ആളുണ്ട്. മൈക്ക് ഇപ്പം എൻ്റെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ തന്ന ഒരു 50 പേരുടെ കാര്യം നിങ്ങൾ പറയും. യോ പാസ്റ്റർ, ഞങ്ങളുടെ അപ്പച്ചനും ഇങ്ങനെ തന്നെ ആയിരുന്നു. ആയിക്കോട്ടെ, അപ്പച്ചൻ അങ്ങനെ ആയിരുന്നു, നീ എങ്ങനെ ആയിരുന്നെന്നുള്ളതൊന്ന് ചിന്തിച്ചോണം. നമ്മളങ്ങനെയാണ്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക. അപ്പോൾ മരണത്തിൻ്റെ മണമടിക്കും ചിലർക്ക്. അപ്പൊ എത്ര കാലം ഇനി ജീവിച്ചിരിക്കുന്നെന്ന് എനിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ ഒക്കത്തില്ലെങ്കിലും ലഭിക്കുന്നിടത്തോളം സമയം ഒരു പൂർണ്ണ സമർപ്പണത്തോടെ ആത്മഫലമുള്ളവരായി ജീവിക്കുക. അപ്പൊ ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു വ്യക്തിക്ക് ഇങ്ങനെ ആത്മനിറവുണ്ടെന്ന് എങ്ങനെ അറിയാം? ആ വ്യക്തിക്ക് ഇങ്ങനെ ആത്മാവിന്റെ ഫലം കാണും. ഒന്നാമത്തെ ഫലം ആ സ്നേഹം. അത് ഇല്ലെങ്കിൽ ഓർത്തോണം, പ്രാപിച്ചത് ദൈവാത്മാവല്ല. ഇനി ബാക്കി 8 കൂട്ടം കാര്യം പറയേണ്ടതാ. തൊടുന്നില്ല, ഒന്ന് പറഞ്ഞപ്പോഴേ മുഖം വല്ലാതായി. വെറുതെ എന്തിനാ ഇനി 8 കാര്യവും കൂടെ പറയുന്നേ? നിങ്ങൾക്കറിയാമല്ലോ എല്ലാം. ആ ഭാഗം വിട്ടേക്കാം.